ഹായ്. അപ്പോൾ ഇന്ന് ദൈവത്തെ പറ്റി സംസാരിക്കാം. ദൈവം ഉണ്ടോ? എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ അത് ഇല്ലെന്ന് തോന്നുന്നുണ്ടോ? കൺഫ്യൂസിങ്. യാ. മിക്കവർക്കും അന്ധമായ ഒരു ദൈവവിശ്വാസം ഉണ്ട്. അതില്ലാതെ നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് അന്ധമായ ദൈവമില്ലാന്ന് വിശ്വസിക്കുന്ന ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഏത്തിസ്റ്റ് ആൻഡ് തീയിസ്റ്റ്, ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട രണ്ട് തരം ആൾക്കാർ. ഇതിൽ ഞാൻ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. എനിവേ, എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാം. നമ്മൾ ഈ കുഞ്ഞിലേ മുതൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ദൈവത്തെപ്പറ്റിയും മറ്റും ഒക്കെ കേട്ടാണ് വളർന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. ലൈക്ക് മെജോറിറ്റി ആളുകൾക്കുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ഈ ഭൂമിക്കൊരു ഓർഡറുണ്ട്, ഈ പ്രകൃതിക്കൊരു ഓർഡറുണ്ട്, ഈ പ്രപഞ്ചത്തിനൊരു ഓർഡറുണ്ട്. ഈ ഓർഡർ, ഈ സിസ്റ്റം നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു ക്രിയേറ്റർ, ഒരു സൃഷ്ടാവുണ്ട് എന്നാണ് പൊതുവേ ഒരു ധാരണ, പൊതുവേ ഒരു വിശ്വാസം ഉള്ളത്. ഇനി കുറച്ചുകൂടെ ആത്മീയ തലത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ പറയും ദൈവമുണ്ട്, നമ്മുടെ ഉള്ളിലാണ് ദൈവം ഉള്ളത്, നമ്മുടെ ഉള്ളിലാണ് അത് നോക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ഇതിന് പല രീതിയിൽ പല കാലഘട്ടത്തിൽ പല ആളുകൾ പല വെർഷൻസിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ദൈവമുണ്ട് എന്ന് പറയാൻ പറ്റില്ല, ദൈവം ഉണ്ടാവാൻ സാധ്യതയില്ല. അതാണ് സത്യം. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു കിണറ്റിനുള്ളിലെ തവളയുടെ കഥ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പൊട്ടക്കിണറ്റിലെ തവളയ്ക്ക് ലോകത്തെപ്പറ്റി അറിയില്ല, പുറത്തെ കാര്യങ്ങളെപ്പറ്റി അറിയില്ല. മനുഷ്യൻ്റെ മനസ്സും അതുപോലെയാണ്. നമ്മൾ ഇതിനുള്ളിൽ നിന്നാണ് ചിന്തിക്കുന്നത്. അത് മനസ്സിനുള്ളിലാണ് മനുഷ്യൻ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഈ മനസ്സിൻ്റെ ഉള്ളിലാണ്. നമ്മളെ കാണുന്ന വിഷ്വലെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ കോൺഷ്യസ്നെസ്സും, അത് മൈൻഡാണ് അതിൻ്റെ ഒരു ലീനിയർ പാത്ത് വേയിൽ നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പം ഈ കിണറ്റിനുള്ളിൽ കിടക്കുന്ന തവളയ്ക്ക് കിണറ്റിന് വെളിയിൽ എന്താണെന്നൊരു ഐഡിയ ഇല്ല. ഇമാജിൻ ചെയ്യാം എത്ര വേണമെങ്കിലും. മറ്റേ മഹത്തായ സൃഷ്ടികളെ പറ്റിയൊക്കെ നമുക്കിങ്ങനെ ഇമാജിനേഷൻസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അങ്ങനെ ഇമാജിൻ ചെയ്തതുകൊണ്ട് അതെല്ലാം യാഥാർത്ഥ്യമാവണമെന്നില്ല. ചിലപ്പോൾ ഏകദേശം ഒരു സിമിലാരിറ്റി, കിണറ്റിൻ്റെ പുറത്ത് എന്താണെന്നുള്ളതിൻ്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടുമായിരിക്കും. അതുപോലെയാണ് ഈ മനസ്സിൻ്റെ ഒരു പ്രശ്നം. നമ്മുടെ എല്ലാവരുടെയും ദൈവസൃഷ്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ മനസ്സിലൊരു പ്രൊജക്ഷനാണ്. ഒന്നിൽ നമ്മൾ കൊച്ചിലെ കേട്ട് പഠിച്ചത്, അല്ലെങ്കിൽ നമ്മൾ പിന്നീട് ജീവിതകാലത്തിലെ ജീവിതാനുഭവം കൊണ്ട് ഉണ്ടാക്കിയെടുത്തത്. ഈ ഓരോ വ്യക്തികളുടെയും ദൈവത്തിൻ്റെ സങ്കല്പവും ദൈവത്തിൻ്റെ രൂപവും ഒക്കെ അവരുടെ അനുഭവം പോലിരിക്കും. അതായത് അവരെങ്ങനെയാണോ അവരുടെ മനസ്സ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഒരു പ്രൊജക്ഷൻ ആയിരിക്കും അവരുടെ ദൈവം. ഈ ദൈവത്തിൻ്റെ കാര്യത്തിലല്ല, മറ്റ് പല കാര്യത്തിലും ഇങ്ങനെയാണ് വർക്കാവുന്നത്. നമ്മളെങ്ങനെയാണോ അതുപോലെ ആയിരിക്കും മറ്റുള്ളവരും ബിഹേവ് ചെയ്യുന്നത്. നമുക്കൊരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ അത് മറ്റേ ആൾക്കും ഇഷ്ടമല്ല, അല്ലെങ്കിൽ നമുക്കിത് ശരിയാണെന്ന് തോന്നിയാൽ അതാണ് യഥാർത്ഥത്തിൽ ശരി എന്നൊരു ധാരണയാണ് 99.9% ആളുകളുടെയും ചിന്താഗതി അല്ലെങ്കിൽ വിശ്വാസം. ഓപ്പണായിട്ടിരിക്കാനും തയ്യാറല്ല. അതൊരു ഓപ്പൺ മെൻറ്റാലിറ്റിയോട് കൂടി ലോകത്തിനെ കാണാനോ അപ്രോച്ച് ചെയ്യാനോ ആരും തയ്യാറല്ല. ഇതിൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് മനസ്സുകൊണ്ടാണ് നമ്മളിതെല്ലാം അറിയുന്നത്. നമ്മുടെ ഉള്ളിലെ എക്സ്പീരിയൻസർ ഉൾപ്പെടെ മൈൻഡിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. മനസ്സിന് വെളിയിലാണ് സത്യമായ ദൈവം. കാരണം മനസ്സ്, അല്ലെങ്കിൽ നമ്മളീ കാണുന്ന ഓൾറെഡി ഇപ്പോൾ സയൻസ് പറഞ്ഞ ബിഗ് ബാങ് തിയറി വഴിയാണ് ഇവിടെ ഒരു പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് ഉണ്ടായത്. അപ്പോൾ ബിഗ് ബാങ്ങിന് മുമ്പ് എന്തായിരുന്നു? ബിഗ് ബാങ് എവിടെ സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, എന്തിനു വേണ്ടി സംഭവിച്ചു? ഇനി എന്തിനു വേണ്ടി ഒരു ആക്സിഡൻ്റ് ആണെന്ന് വിചാരിച്ചാൽ തന്നെയും ബിഗ് ബാങ്ങിന് മുമ്പ് ഒന്നുമില്ലായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒന്നുമില്ലായ്മ എന്ന് പറയുന്ന സ്റ്റേറ്റ് എവിടെയാണ് സംഭവിച്ചതെന്നൊരു ചിന്ത. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പം ബിഗ് ബാങ് തൊട്ട് തുടങ്ങി പല തിയറികൾ, ഇപ്പോൾ സ്ട്രിങ് തിയറി, മറ്റ് 10 ഡയമെൻഷനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്ട്രിങ് തിയറി തൊട്ട് തുടങ്ങി ഫിസിക്സിലെ പല തിയറികളുണ്ട്. ഇതിന് പുറമെ നമ്മുടെ മതപരമായിട്ടും സ്പിരിച്വലി ആയിട്ടും ദൈവത്തിനെ ഡിഫൈൻ ചെയ്യാനും ദൈവത്തിനെ മനസ്സിലാക്കാനും ദൈവത്തിനെ രൂപം വരയ്ക്കാനും ഒക്കെ നോക്കുന്ന പല തിയറികൾ, പല കാഴ്ചപ്പാടുകൾ, പല പ്രബന്ധങ്ങൾ, പല വിശ്വാസങ്ങൾ, ഇതെല്ലാം നിലനിൽക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നതാണ് ഞാൻ പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ കാണുന്നത് എന്തും നമ്മൾ അറിയുന്നത് എന്തും ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ദൈവമാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ശക്തി അതാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ആ ശക്തിക്ക് ഉള്ളിലാണ്. അതായത് എവറിത്തിങ് ഈസ് ഇൻസൈഡ് ദാറ്റ് ശക്തി, അല്ലെങ്കിൽ ആ ഒരു ശക്തിയുടെ ആ ഒരു ഫീൽഡ്, ആ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഫീൽഡിനുള്ളിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഈ ഫീൽഡിനുള്ളിൽ ഇതെല്ലാം സംഭവിക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കിണറ്റിൽ കിടക്കുന്ന തവളയുടെ അതേ അവസ്ഥയാണ്. കാരണം നമ്മൾ ഈ ഫീൽഡിനുള്ളിലാണ്. സോ ബേസിക്കലി ദൈവം ഈ ഫീൽഡിന് ഔട്ട്സൈഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓൾ പ്രൊവൈഡിങ് ആയിരിക്കും. ഒമിനിപ്രസന്റ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ലെവലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിനുള്ളിൽ കിടക്കുന്ന നമുക്ക് എങ്ങനെയാണ് ദൈവത്തിനെ അറിയാൻ പറ്റുന്നത്? നോ ചാൻസ് എന്നുള്ളതാണ് സത്യം.
നമുക്കറിയാൻ ശ്രമിക്കാം. നമുക്ക് ചില തിയറികൾ ഉണ്ടാക്കാം, ചില അനുഭവങ്ങൾ ഉണ്ടാക്കാം, ചില ഇമാജിനേഷനിലൂടെ 10 തലയും 1000 കൈയുമുള്ള മൾട്ടി ഡയമെൻഷനലായിട്ടുള്ള ദൈവത്തിൻ്റെ ചിത്രങ്ങൾ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. പക്ഷേ ബേസിക്കലി ദൈവത്തിനെ ടോട്ടലായിട്ട് അറിയാൻ നമുക്ക് സാധിക്കില്ല. അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം നമ്മൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന സെൽഫ് ഐഡൻറ്റിറ്റി നമുക്കുള്ളപ്പോൾ ഒട്ടും അറിയാൻ സാധിക്കില്ല. ഇനി ആ സെൽഫ് ഐഡൻറ്റിറ്റി ഇല്ലാതായി കഴിഞ്ഞാൽ തന്നെയും പൂർണ്ണമായി ദൈവത്തിനെ അറിയാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പ്രത്യേകിച്ചും ശരീരമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ ഈ ഫിസിക്കൽ റിയാലിറ്റി, അല്ലെങ്കിൽ നമ്മളൊരു 4 ഡയമെൻഷണൽ ലോകത്താണ് ജീവിക്കുന്നതെന്ന് പറയാം. 3 ഡയമെൻഷനും ലെങ്ത്, വിഡ്ത്ത്, ബ്രെഡ്ത്ത്, ഫോർത്തായിട്ട് ടൈം, ഈ ഒരു ഡയമെൻഷനിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഡയമെൻഷനുള്ളതായിട്ട് തിയറികൾ പറയുന്നു. അപ്പോൾ അതിനുമൊക്കെ അപ്പുറത്തായിരിക്കും ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു റിയാലിറ്റി, അതിനും അപ്പുറത്തായിരിക്കും ദൈവം ഉണ്ടാവുക. അപ്പോൾ ആ ദൈവത്തെ നമുക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ സാധിക്കില്ല. പ്രത്യേകിച്ചും ഇപ്പോൾ എൻലൈറ്റ്മെൻറ്റ് നേടി അല്ലെങ്കിൽ ബോധോദയം നേടി എന്ന് പറയുന്ന മനുഷ്യരെല്ലാവരും പൂർണ്ണമായ ദൈവത്തിനെ അറിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരീരം ഒരു തടസ്സമാണ് ശരിക്കും. നമുക്ക് ആ ഒരു ഹയർ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിലായിട്ട് എത്താൻ സാധിക്കും. പക്ഷേ അതിനും അപ്പുറത്തുള്ള ഒരു ദൈവത്തിനെ കാണണമെങ്കിൽ ഈ ശരീരം പോലും വിട്ട് ഈ ഫിസിക്കൽ റിയാലിറ്റിയുടെ അപ്പുറത്തേക്ക് നമ്മൾ പോകുന്നൊരു സാഹചര്യത്തിൽ മാത്രമേ അത് സാധിക്കുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഭഗവാൻ ശ്രീകൃഷ്ണനും ശ്രീരാമനും എല്ലാം മനുഷ്യനായിട്ട് ഇവിടെ ജീവിച്ച കാലത്ത് അവർക്ക് ഒരുപാട് വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അവർ പിന്നീട് മനുഷ്യനായി ജീവിച്ച് ശരീരത്തിൻ്റെ കർമ്മവും എല്ലാം അനുഭവിച്ച് മരിച്ചു പോയ ആളുകളാണ്. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എല്ലാ ഐഡൻറ്റിറ്റിയും എല്ലാ ഫിസിക്കൽ ഡയമെൻഷൻസും നമ്മൾ ട്രാൻസെൻഡ് ചെയ്താൽ മാത്രമേ പൂർണ്ണമായ ദൈവത്തിനെ അറിയാൻ സാധിക്കൂ. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ദൈവമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനെപ്പറ്റിയും കൂടെ ഞാൻ പറഞ്ഞുതരാം. അത് പറഞ്ഞില്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ ദൈവമുണ്ട് അല്ലെങ്കിൽ ദൈവത്തിനെ അറിയാൻ സാധിക്കില്ല എന്ന് പറയുന്നതായിട്ട് ബന്ധപ്പെട്ട കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരും. അതുകൊണ്ടാണ് അതും കൂടെ ക്ലാരിഫൈ ചെയ്ത് പറയുന്നത്. നമുക്ക് നമ്മുടെ ഈ ഞാൻ പറഞ്ഞ ഈ സോക്കോൾഡ് ഈ ശക്തി ക്രിയേറ്റ് ചെയ്യുന്ന റിയാലിറ്റിയിലൊരു ഫീൽഡുണ്ട്. ആ ഫീൽഡ് നമ്മൾ അനുഭവിക്കുന്നു, നമ്മൾ അറിയുന്നു, നമ്മളതിൽ ജീവിക്കുന്നു. അതിൻ്റെ ഒരു മൈനർ ലെവലിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ ഹയർ ലെവൽസ് വേറെ ഉണ്ട്, നമ്മൾ അറിയുന്നില്ല. നമുക്ക് ഒരിക്കലും ചിലപ്പോൾ അത് അറിയാൻ സാധിച്ചെന്നും വരില്ല. ഈ മൈനർ ലെവലിൽ ജീവിക്കുമ്പോൾ ഇവിടെ സമയമുണ്ട്, ടൈം സ്പേസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് സമയവും കാലവും ഉണ്ട്. ഈ കാലത്തിനും സമയത്തിനും അതീതമായിട്ടാണ് ദൈവം നിൽക്കുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കേണ്ടി വരുന്നത്. ഇപ്പം ദൈവമുണ്ട് എന്ന് പറയണമെങ്കിൽ ദൈവം എങ്ങനെയായിരിക്കണം ഉണ്ടാവേണ്ടത്? ദൈവം ഉണ്ട് എന്ന് ഈ ഉണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഉണ്ട് എന്ന് പറയുന്നത് ടൈമിൽ സംഭവിക്കുന്നൊരു കാര്യം. ഇപ്പോൾ സമയത്തിലാണ് ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഇതുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ടൈമിലിരിക്കുന്ന ഒരു കാര്യം മാത്രമേ നമുക്ക് ഉണ്ട് എന്ന് പറയാൻ പറ്റൂ. നമുക്ക് ഈ സമയവും കാലവും ഇല്ലാത്തൊരു റിയാലിറ്റി നമുക്ക് ജസ്റ്റ് തിയറൈസ് ചെയ്യാന്നല്ലാതെ അതിൻ്റെ എക്സ്പീരിയൻസ് എന്തായിരിക്കും നമുക്ക് പറയാൻ പോലും സാധിക്കില്ല. കാരണം അവിടെ എക്സ്പീരിയൻസ് ചിലപ്പോൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറെ നമുക്ക് ഇമാജിനേഷനേക്കാളും വൈൽഡസ്റ്റ് ഇമാജിനേഷനേക്കാളും അപ്പുറത്തായിരിക്കും എന്നാണ് പറയേണ്ടി വരും. അപ്പോൾ ദൈവം ഉണ്ട് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് വീണ്ടും തിയറൈസ് ചെയ്യും. ഇപ്പം ദൈവം എന്ന് ഇവിടെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഇതിലെല്ലാത്തിലൂടെയും കടന്നു പോകുന്ന ഒരു ശക്തി. ഇപ്പം ഞാൻ പറയില്ല, ഈ വാക്കുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ പരിമിതമാണ്. ദൈവം എന്നും ഒരു ശക്തി എന്നും ആ ശക്തി ക്രിയേറ്റ് ചെയ്യുന്ന റിയാലിറ്റി, ഇതൊക്കെ നമ്മളെ മനസ്സിൽ നിന്നുണ്ടായ സൗണ്ടിൽ നിന്ന് വന്ന ഭാഷ, ആ ഭാഷയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം വെറും എംപ്റ്റി വേർഡ്സ് ആണ്. യഥാർത്ഥത്തിൽ എന്താണ് ദൈവമെന്നോ എന്താണ് റിയാലിറ്റി എന്നോ എന്താണ് ഈ കാണുന്ന പ്രപഞ്ചമെന്നോ നമുക്ക് ഒരിക്കലും തിയറൈസ് ചെയ്യാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് സത്യം. അത് ഹ്യൂമണായിട്ട് ജീവിക്കുമ്പോഴുള്ള കാര്യത്താണ് ഞാൻ പറയുന്നത്. സോ ടൈമിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ കാഴ്ചപ്പാട് വെച്ച് നമ്മുടെ ഭാഷ വെച്ച് നമുക്ക് ദൈവം ഉണ്ട് എന്ന് പറയുന്നത് പോലും തെറ്റാണെന്ന് തന്നെ ശരിക്കും തിയറൈസ് ചെയ്ത് പറയേണ്ടി വരും. കാര്യം കാലത്തിനും സമയത്തിനുമാണ് ഈ ഒരു വസ്തു ഉണ്ട് അല്ലെങ്കിൽ ഒരു വസ്തു എക്സിസ്റ്റ് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റുന്നത്. ഈ കാലവും ദേശവും സമയവും എല്ലാം ഈ ദൈവസൃഷ്ടിയുടെ അകത്തുള്ള ചെറിയൊരു മൈന്യൂട്ട് പോയിന്റിൽ സംഭവിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ വെളിയിൽ ടൈമില്ലാത്തൊരു സമയം ഒരു ഫീൽഡ് ഉണ്ടായിരിക്കാം, കാലമില്ലാത്തൊരു ഫീൽഡ് ഉണ്ടായിരിക്കാം, അതിനും അപ്പുറത്തായിരിക്കാം ദൈവം. അല്ലെങ്കിൽ അതിനും പിന്നെയും പ്രപഞ്ചങ്ങൾക്ക് അപ്പുറവും കോടാനുകോടി യുഗങ്ങൾക്കും പ്രപഞ്ചങ്ങൾക്കും വാസ്തവികതയ്ക്കും അപ്പുറത്തായിരിക്കും ഈ ദൈവം എന്ന് പറയുന്ന സത്യം. അല്ലെങ്കിൽ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന. അപ്പം ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഓൾ പ്രൊവൈഡിങ് തന്നെ ആയിരിക്കണം. നമ്മുടെ ഭാഷയുടെ ലിമിറ്റേഷനിലാണ് പറയുന്നത്. ഓൾ പ്രൊവൈഡിങ്ങിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ദൈവം ഉണ്ട് എന്ന് പറയുന്നത് ശരിയല്ല, ദൈവമാണ് എന്ന് പറയുന്നതാണ് ശരി. അതായത് ഈ മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്ന് പറഞ്ഞ പോലെ എല്ലാത്തിലും ദൈവമുണ്ട്. എല്ലാത്തിലൂടെയും കടന്നു പോയിരിക്കുന്ന ദൈവമാണ്. അല്ലെങ്കിൽ ദൈവമാണ് ഇതെല്ലാമായിട്ട് ഇവിടെ ഇങ്ങനെ
വേഷം കെട്ടി ആടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ പറ്റും. ഇതും നമ്മൾ തിയറൈസ് ചെയ്തതുകൊണ്ട് നമുക്ക് പല മതഗ്രന്ഥങ്ങളിലും പല പുരാണങ്ങളിലും വേദങ്ങളിലും ഖുറാനിലും ഒക്കെ ഇതിനെപ്പറ്റി മെൻഷൻ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ദൈവത്തിലൂടെയാണ് എല്ലാം കടന്നു പോകുന്നത്, എല്ലാം നിയന്ത്രിക്കുന്ന ശക്തിയാണ് ദൈവം എന്നൊക്കെ പറയാം. ശരിക്കും പറഞ്ഞാൽ ഒരു ശക്തിയാണ് ദൈവം എന്ന് പറയുന്നത് തന്നെ ഈ വാക്കിൻ്റെ ലിമിറ്റേഷൻ കൊണ്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ഇഗ്നോറൻസിൻ്റെ ഒരു തെളിവാണ്, നമ്മുടെ അറിവില്ലായ്മയുടെ തെളിവാണ്. നമുക്ക് അങ്ങനെ പോലും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളെല്ലാവരും ഒരു ചെറിയ ചെറിയ ക്ലോസ്ഡ് സിസ്റ്റമായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ആവശ്യമില്ലാത്ത കുറേ ഇമാജിനേഷൻസും കുറേ പ്രൊജക്ഷൻസുമായിട്ടാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രൊജക്ഷൻസിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഇമാജിനേഷൻ്റെ ശക്തി വളരെ ശക്തമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ദൈവത്തെ നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചെന്നിരിക്കും. അത് ദൈവമായിട്ടും ഗുരുവായിട്ടും ഇനി അല്ലെങ്കിൽ മറ്റ് എക്സ്ട്രാ ടെറസ്ട്രിയൽ ബീയിങ് ആയിട്ട് പോലും നമുക്ക് കാണാൻ സാധിച്ചെന്നിരിക്കും. മനുഷ്യൻ്റെ ദൈവങ്ങൾക്ക് മിക്കവാറും മനുഷ്യരൂപം നമ്മൾ കൽപ്പിക്കും. ഒരു പാട്രിയാർക്കിക്കൽ സൊസൈറ്റിയിൽ നമ്മൾ ജീവിച്ചു വന്നതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന ദൈവത്തിന് ഒരു പുരുഷ രൂപവും നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചെന്നിരിക്കാം. പക്ഷെ ദൈവത്തിന് ശരീരമോ മനസ്സോ സമയമോ കാലമോ ലിംഗമോ ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം. ഇതിനൊക്കെ അപ്പുറത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം ശരിക്കും ഇത് നമുക്ക് മനസ്സിലാവുന്ന ഒരു മൈൻഡിൻ്റെ ലെവലിലാണ് ഞാൻ പറയുന്നത്. ദൈവം ശരിക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എല്ലാത്തിലൂടെ ഈ നിമിഷം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിമിഷവും സമയത്തിൻ്റെതാണ്, സമയത്തിന് അതീതമാണെങ്കിലും സമയ സൃഷ്ടിയും ദൈവത്തിൻ്റെതായതിനാൽ അതിനുള്ളിൽ കൂടിയും ദൈവം കടന്നു പോകുന്നു. ദൈവം എല്ലാത്തിലും എപ്പോഴും ഇപ്പോഴും നിലനിൽക്കുന്നു, അപ്പോഴും ഇപ്പോഴും എപ്പോഴും നിലനിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ പ്രപഞ്ചം ഉണ്ടായാലും പ്രപഞ്ചം നശിച്ചു പോയാലും പ്രപഞ്ചം ഉണ്ടായില്ലെങ്കിലും പ്രപഞ്ചം ഉള്ള അവസ്ഥയിലും പ്രപഞ്ചം ഇല്ലാത്ത അവസ്ഥയിലും ദൈവം നിലനിൽക്കും. സോ ദൈവമുണ്ട് എന്ന് നമുക്ക് പറയാൻ ഒരിക്കലും പറ്റില്ല. പക്ഷെ ദൈവമാണ്, ഗോഡ് ഈസ് എന്ന് പറയുന്നതാണ്. ഈ ജിത്തു കൃഷ്ണമൂർത്തി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, വാട്ട് ഈസ് ഗോഡ്, എന്താണോ അതാണ് ദൈവം. ഇതെനിക്ക് ഒന്ന് ബൈബിളിലും പറഞ്ഞിട്ടുണ്ടോ തോന്നുന്നു, എനിക്ക് കൃത്യമായ ഓർമ്മയില്ല. വാട്ട് ഈസ് ഗോഡ് എന്ന് പറയുന്നത്, അതായത് എന്തുണ്ടോ ദൈവമുണ്ട്, ഒന്നുമില്ലെങ്കിലും ദൈവമുണ്ട്. എത്ര പേരൊക്കെ കണക്റ്റ് ആകുമെന്ന് എനിക്കറിയില്ല. അല്ലേ, ഇതിൻ്റെ പാരഡോക്സ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്ത് പറയുന്നത്. ബേസിക്കലി ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന ഒരു സാധാരണ മനുഷ്യന് ഒരിക്കലും അറിയാൻ സാധിക്കില്ല. ഉണ്ടെന്നും അറിയാൻ സാധിക്കില്ല, ഇല്ലെന്നും അറിയാൻ സാധിക്കില്ല. നമുക്ക് ശാസ്ത്രത്തിൻ്റെ ചില പോയിൻ്റ് ഓഫ് വ്യൂ വെച്ചിട്ട് ഇത് കാരണം ദൈവം ഉണ്ടെന്ന് പറയാം. അത് തീയിസ്റ്റുകൾ പറയും. ഏത്തിസ്റ്റുകൾ ഈ ശാസ്ത്രത്തിൻ്റെ വേറെ ചില പോയിന്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാം ദൈവമില്ല എന്നുള്ളതിന് തെളിവാണ് ഇതല്ല എന്ന് പറയും. പക്ഷെ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സർവ്വപ്രപഞ്ചത്തിൻ്റെയും സർവ്വകാലത്തിൻ്റെയും ദേശത്തിൻ്റെയും സൃഷ്ടാവ് ദൈവമാണെന്ന് അങ്ങനെയാണ് നിങ്ങൾ ദൈവത്തിനെ കാണുന്നത്, അതാണ് നിങ്ങളുടെ ദൈവസങ്കല്പം എന്നുണ്ടെങ്കിൽ ആ ദൈവത്തിനെ ഒരിക്കലും നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാനോ അല്ലെങ്കിൽ ശാസ്ത്രം കൊണ്ടോ മനസ്സുകൊണ്ടോ തെളിയിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് അറിയാനേ സാധിക്കില്ല. കാരണം ഈ അറിവ് സംഭവിക്കുന്നത് പോലും മനസ്സിൻ്റെ ലെവലിലാണ്. ഇതിനപ്പുറത്തുള്ളൊരു ഹയർ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിലെ ഒരു അറിവിനെ പറ്റി പറയാം. അവിടെ ഈ സംഭവിക്കുന്നത് ഇപ്പം ശുദ്ധബോധമായ ഒരു മനുഷ്യൻ മാറുന്നു അല്ലെങ്കിൽ പ്യുവർ അവയർനെസ് ആയിട്ട് മാറുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവമായി മാറി എന്ന് പറയാം. അപ്പോഴും ദൈവത്തിനെ അറിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. അയാൾ ദൈവമാണെന്ന് ചിലപ്പോൾ പറയാൻ സാധിക്കും, പക്ഷെ അപ്പോഴും അയാൾ ദൈവത്തിനെ അറിഞ്ഞു അല്ലെങ്കിൽ മനസ്സിലാക്കി നമുക്ക് പറയാനേ പറ്റില്ല. അവിടെയും ശരീരത്തിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കും. സ്റ്റിൽ അവർ ദൈവമായി എന്ന് വിചാരിക്കുക. ദൈവമായി അവരിങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് ഈ പ്യുവർ അവയർനെസ് ആണ് ദൈവമെന്ന് പലരും ഇങ്ങനെ എന്ത് ചെയ്യാറുണ്ട്, കാൽക്കുലേറ്റ് ചെയ്ത് പിന്നെ അതിനെ തിയറൈസ് ചെയ്ത് പിന്നെയും പറയാറുണ്ട്. പിന്നെ ഇങ്ങനെ മിക്ക മതങ്ങളിലും അത് പ്രൊജക്റ്റ് ചെയ്ത് കാണാം. പ്രത്യേകിച്ച് ഹിന്ദുയിസം, ബുദ്ധിസം, ജൈനിസം ഇങ്ങനെയുള്ള മതങ്ങളിൽ ഈ ഓൾ പ്രൊവൈഡിങ് അവയർനെസ്, എല്ലാം അറിയുന്ന അറിവാണ് അൾട്ടിമേറ്റം എന്ന് പറയുന്നത്. ശരിക്കും ഈ എല്ലാം അറിയുന്ന അറിവ് ഒരു സൃഷ്ടിയാണ്, ഒരു സംഭവമാണ്, ഒരു യാഥാർത്ഥ്യമാണ് എന്നുണ്ടെങ്കിൽ അതിനും അപ്പുറത്തായിരിക്കും ദൈവം. സോ ആ ഒരു നമ്മുടെ ഈ സ്ഥൂലമായിട്ടുള്ള ഈ ഒരു, അതായത് ഈ ഒരു ഫിസിക്കൽ മെറ്റീരിയൽ റിയാലിറ്റിയുടെ അതിനെ ട്രാൻസെൻഡ് ചെയ്ത് അല്ലാത്തൊരു നോൺ മെറ്റീരിയലിസ്റ്റിക് ഭൗതികവാദത്തിന് അപ്പുറത്തേക്കൊരു റിയാലിറ്റിയിലോട്ട് പോകുമ്പോൾ ആ റിയാലിറ്റിയും ഒരു ഫീൽഡിനുള്ളിലാണ്. അതായത് അതും സംഭവിക്കുന്നത് ഒരു ഫീൽഡിനുള്ളിലാണ് നമ്മൾ പറയേണ്ടി വരും. അതിനും അതീതമായിരിക്കണം ദൈവം. അല്ലെങ്കിൽ ദൈവം ഇപ്പോൾ ഇവിടെ എല്ലാത്തിലും കൂടി ഈ ഫീൽഡുകളെല്ലാം കൂടെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പാസ് ചെയ്ത് പോകുന്ന ഒരു ശക്തിയെന്നോ ഊർജ്ജമെന്നോ എന്തും പറയാം നമുക്ക്. സോ ബേസിക്കലി ഞാൻ എപ്പോഴും എല്ലാ മനുഷ്യരോടും പറയും, ഇതുകൊണ്ടാണ് ബുദ്ധമതത്തിൽ ബുദ്ധനൊരിക്കലും ദൈവത്തിനെ എങ്ങനെ അറിയാം, ദൈവത്തിനെ മനസ്സിലാക്കണം, ദൈവത്തിനെ പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യങ്ങളെപ്പറ്റി ബുദ്ധൻ പറയാൻ റെഡിയാവാത്തതിൻ്റെ കാരണം ഇതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ദൈവത്തിനെ അറിയാൻ സാധിക്കില്ല. അവനെ അറിയാനും അവൻ്റെ സ്വസ്ഥതയെ മനസ്സിലാക്കാനും അവൻ്റെ സമാധാനവും സന്തോഷവും മനസ്സിലാക്കാനും അതുകൊണ്ട് അവന് ചുറ്റും ജീവിക്കുന്ന സർവ്വചരാചരങ്ങളിലും സമാധാനവും സന്തോഷവും പടർത്താനുമാണ് സാധിക്കുന്നത്.
അതിനാണ് നമ്മൾ ബേസിക്കലി ജീവിക്കേണ്ടത്, അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഈ രമണ മഹർഷിയുടെ അടുത്തും എപ്പോഴും പറയാറുള്ള, ഞാൻ കോട്ട് ചെയ്ത് പറയാറുള്ളൊരു കാര്യമാണ്, ഒരു ഭക്തൻ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? രമണ മഹർഷി പറഞ്ഞു, ഇല്ല, ഞാൻ ദൈവത്തെ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ എപ്പോഴും എന്നെ കാണുന്നുണ്ട്. അതിനാണ് എനിക്ക് നിങ്ങളോടും പറയണം, നിങ്ങൾ നിങ്ങളെ കാണൂ, നിങ്ങളെ അറിയൂ, നിങ്ങളെ മനസ്സിലാക്കൂ. അവനവനെ മനസ്സിലാക്കാതെ പിന്നെ ഏത് ദൈവത്തിനെ മനസ്സിലാക്കിയിട്ടും കാര്യമില്ലെന്ന് പൊതുവെ ഒരു തത്വമുണ്ട്. ആ തത്വത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ നിങ്ങളെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ അറിയാൻ കഴിയും എന്നാണ് മഹാന്മാർ പറയുന്നത്. സോ ട്രൈ ഇറ്റ്. താങ്ക് യു.